ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് വേൾഡ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് എക്സാമിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി എന്താണ് 10th പ്രിലിംസ് കൺസേൺഡ് ആയിട്ട് കൂടുതലും ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഹോട്ട് ടോപ്പിക്സ്, ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ചാനലിൻ്റെ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട്. അതിൽ ലിറ്ററേച്ചറിൻ്റെ കുറച്ച് നോട്ട്സും ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനിയാണെങ്കിലും ഫസ്റ്റ് 2 സ്റ്റേജസിനാണ് ഈ പറയുന്ന ജൂലൈ 18th. പിന്നത്തെ 3rd 4th വരുന്നവർക്ക് കുറച്ചും കൂടി സമയം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന 10th പ്രിലിമിനറി കൺസേൺഡ് ആയിട്ട് ഞാൻ ലെവൽ 2 ഇടുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഡിഗ്രി ലെവൽ കൺസേൺഡ് ആയിട്ട് ഞാൻ ഇട്ടത് കുറേ പേർക്ക് ഉപകാരപ്പെട്ടു. അത് നമ്മൾ എക്സാം കൺസേൺഡ് ആയിട്ട് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളുടെ VFA എക്സാം എല്ലാവർക്കും അറിയാലോ, സെപ്റ്റംബർ 19th അപ്പോൾ ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് VFA മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ അതിന് കൺസേൺഡ് ആയിട്ട് നമ്മളുടെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. 5 to 10 സോഷ്യലും സയൻസും, അത്യാവശ്യം എക്സ്ട്രാ ഫാക്ട്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഒക്കെ നൽകിയിട്ടുള്ള ക്ലാസ്സസ് ആണത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകും എക്സാമിന്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ടെസ്റ്റ് സീരീസും കൂടെ അതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഡെയിലി ടെസ്റ്റ് ആണ് വിത്ത് എ ഡെയിലി സ്റ്റഡി പ്ലാൻ. സോ ദാറ്റ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ രാത്രി വർക്കൗട്ട് ചെയ്ത് നോക്കാനും പറ്റുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ഒരു റിവിഷൻ പോലെ, നൈറ്റിൽ ഒരു റിവിഷൻ നടക്കുന്ന പോലെ ആയിരിക്കും ഈ ഒരു സംഭവം. പകൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾ രാത്രി ഒന്നും കൂടെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താവും, കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ താല്പര്യമുള്ളവർക്ക് ഇനിയാണെങ്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ കൃത്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു എക്സാമിന് മുൻപ്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, VFA എന്ന് പറയുന്നത് സിംഗിൾ എക്സാം ആണ്. സോ അത് കൺസേൺഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഓക്കെ, എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു 2 മാസം ബെറ്റർ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ 10th പ്രിലിമിനറി എക്സാം കൺസേൺഡ് ആയിട്ട് കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ 14 ഡിസ്ട്രിക്ട്സിനെയും വെച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ഞാനൊന്ന് ഷോർട്ട് നോട്ട് ആക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് ഞാൻ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് പല മേഖലകളിലായി. നമ്മൾ വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറേ ഉണ്ട്. ഈ 14 ഡിസ്ട്രിക്ട്സിനെ സംബന്ധിച്ചും കുറേയധികം ഓവർലോഡഡ് ഫാക്ട്സ് ബുക്കുകളിലുണ്ട്. പക്ഷെ അത്രയൊന്നും പഠിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അത് അത്രയും പഠിക്കാനുള്ള ഒരു മനസ്ഥിതിയോ നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത് വെച്ചിട്ട് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് ജസ്റ്റ് ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അങ്ങനെ 14 ജില്ലകളുടെയും ഞാൻ ഇങ്ങനെ സോർട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ വൈന്തല തടാകമൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PYQ ആണ്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോട്ടാണത്. 14 ഡിസ്ട്രിക്ട്സിന്റെയും വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ നോട്ട്സ് ആക്സസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്താൽ മതി എൻ്റെ ചാനലിൽ. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടാണെങ്കിലും ഈ ഒരു എക്സാം ആണെങ്കിലും മെയിൻസ് കൺസേൺഡ് ആയിട്ടും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി. അധികം ടെൻസ്ഡ് ഒന്നും ആകാതെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ ഇത് കൺസേൺഡ് ആയിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു SCERTയുടെ 10th പ്രിലിമിനറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഇപ്പോഴാണെങ്കിലും അത് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രിലിമിനറി എക്സാമിനേഷനുള്ള പ്ലേലിസ്റ്റ് ഞാൻ തരും. ആൻഡ് ദെർബൈ നിങ്ങൾക്ക് അതിനുശേഷം അത് VFAക്ക് കണ്ടിന്യൂവും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഈ 2 എക്സാമും എഴുതുന്നവരുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു എക്സാം അടുത്ത സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ ഉടനെ അടുത്തൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.